ഓം നമോ നാരായണായ നമഃ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുംഭകർണന്റെ കഥയാണ് പറയാൻ പോകുന്നത്. പ്രജാപതികളിൽ ഒരുവനായ പുലസ്ത്യൻ ഹവിർഭൂ അഥവാ മാനിനി എന്ന സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് വിശ്രവസ് എന്നൊരു പുത്രൻ ജനിച്ചു. വിശ്രവസിന് ഇളിബിള എന്ന ഭാര്യയിൽ ജനിച്ചവനാണ് വൈശ്രവണൻ അഥവാ കുബേരൻ. ഒരിക്കൽ വിശ്രവസ് കോപിഷ്ഠനായി വൈശ്രവണനെ നോക്കി. അച്ഛൻ കോപിഷ്ഠനായി തീർന്നതിനുള്ള വ്യസനം കൊണ്ട് അദ്ദേഹത്തെ സേവിക്കുന്നതിനു വേണ്ടി പുഷ്പോൽക്കട, രാഗ, മാലിനി എന്നീ 3 സ്ത്രീകളെ കുബേരൻ നിയോഗിച്ചു. വിശ്രവസിന് പുഷ്പോൽക്കടയിൽ രാവണനും കുംഭകർണനും ജനിച്ചു. മാലിനിയിൽ വിഭീഷണനും രാഗയിൽ ഖരനും ശൂർപ്പണഖയും ജനിച്ചു. രാവണനും കുംഭകർണനും ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള 2 ദേവന്മാരായിരുന്നു. വിഷ്ണു അവരെ വൈകുണ്ഠത്തിന്റെ ദ്വാരപാലകന്മാരായി നിയമിച്ചു. ഒരിക്കൽ സനകൻ ആദിയായ മഹർഷിമാർ വൈകുണ്ഠത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി ഗോപുരദ്വാരത്തിൽ ചെന്നു. ജയവിജയന്മാർ അവരെ തടഞ്ഞു. ക്ഷുഭിതരായ മുനിമാർ അവരെ 2 പേരെയും ശപിച്ച് രാക്ഷസന്മാരാക്കി. അവർ മഹാവിഷ്ണുവിന്റെ അടുക്കൽ സങ്കടം പറഞ്ഞു. അവർ രാക്ഷസന്മാരായി 3 ജന്മം കഴിഞ്ഞുകൂടണമെന്നും അതിന്റെ ശേഷം അവരെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വിളിച്ചുകൊള്ളാമെന്നും മഹാവിഷ്ണു ഏറ്റു. അതനുസരിച്ച് ജയൻ ഹിരണ്യാക്ഷനും വിജയൻ ഹിരണ്യകശിപുവുമായി ജന്മമെടുത്തു. അവർ 2 പേരും അസുരവർഗത്തിൽപ്പെട്ടവരായിരുന്നു. മഹാവിഷ്ണു തന്നെ വരാഹരൂപത്തിൽ ഹിരണ്യാക്ഷനെയും നരസിംഹരൂപത്തിൽ ഹിരണ്യകശിപുവിനെയും വധിച്ചു. ഹിരണ്യാക്ഷൻ രാവണനായും ഹിരണ്യകശിപു കുംഭകർണനായും പുനർജന്മമെടുത്തു. മഹാവിഷ്ണു ശ്രീരാമാവതാരത്തിൽ രാവണനെയും കുംഭകർണനെയും വധിച്ചു. വീണ്ടും രാവണൻ ശിശുപാലനായും കുംഭകർണൻ ദന്തവക്ത്രനായും ജന്മമെടുത്തു. മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരത്തിൽ 2 പേരെയും വധിച്ചു. ഇങ്ങനെ വിജയൻ എന്ന ദേവൻ സനകാദി മുനികളുടെ ശാപം കൊണ്ട് ഹിരണ്യകശിപു, കുംഭകർണൻ, ദത്തവക്ത്രൻ എന്നീ 3 ജന്മങ്ങളിൽ കൂടി കടന്ന് വൈകുണ്ഠം പ്രാപിച്ചു എന്നാണ് ഭാഗവതം 7ാം സ്കന്ധത്തിൽ പരാമർശിക്കുന്നത്. കുംഭകർണൻ സഹോദരങ്ങളോടുകൂടി ഗന്ധമാദന പർവ്വതത്തിൽ അച്ഛനായ വിശ്രവസിന്റെ ആശ്രമത്തിൽ ബാല്യകാലം കഴിച്ചുകൂട്ടി. ആ ഘട്ടത്തിലാണ് കുബേരനെ യക്ഷരാജാവായി ദേവന്മാർ അഭിഷേകം ചെയ്തത്. മാത്രമല്ല, പുഷ്പകം ആദിയായ ഉത്കൃഷ്ട വിമാനങ്ങളും കുബേരന് ലഭിച്ചു. അങ്ങനെ കുബേരൻ സർവശ്രീലാളിതനായി പരിലസിക്കുന്നത് കണ്ട് കുംഭകർണനും മറ്റു സഹോദരങ്ങൾക്കും അസൂയ തോന്നി. അവർ വനത്തിൽ പോയി ഒറ്റക്കാലിൽ നിന്ന് 1000 സംവത്സരങ്ങൾ തപസ്സു ചെയ്തു. എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. കേവലം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് വീണ്ടും തപസ്സു തുടങ്ങി. ഖരനും ശൂർപ്പണഖയും തപശ്ചര്യയിൽ കഴിഞ്ഞുകൂടിയ സഹോദരങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. 1000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാതിരുന്നതിനാൽ രാവണൻ തന്റെ തലകൾ 10 വെട്ടി തീയിൽ ഹോമിക്കുകയും ഉടൻ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ബ്രഹ്മാവ് തലകൾ മുളപ്പിച്ചു കൊടുത്തു. ഗന്ധർവൻ, ദേവൻ, ദൈത്യൻ, യക്ഷൻ, രാക്ഷസൻ, നാഗം, കിന്നരൻ, ഭൂതം ഇവരിൽ നിന്നും തോൽവിയുണ്ടാകാതിരിക്കുന്നതിനുള്ള വരം രാവണൻ ബ്രഹ്മാവിനോട് വാങ്ങി. മനുഷ്യനൊഴികെ ആരും രാവണനെ വധിക്കയില്ലെന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തു. ഇതുകേട്ട് ദേവന്മാർ ഞെട്ടി. കുംഭകർണനും ഇതുപോലൊരു വരം വാങ്ങിയാൽ ദേവന്മാർക്ക് രക്ഷയില്ലല്ലോ എന്ന് അവർ വിചാരിച്ചു. ഏതെങ്കിലും വിധത്തിൽ കുംഭകർണനെ മയക്കി വരം മാറ്റി ചോദിപ്പിക്കുന്നതിനു വേണ്ടി ദേവന്മാർ സരസ്വതിയെ ഭൂമിയിലേക്ക് അയച്ചു. സരസ്വതി കുംഭകർണന്റെ നാവിൽ നൃത്തം ചെയ്തു. തന്നിമിത്തം നിർദ്ദേവത്വം വേണമെന്ന് കുംഭകർണൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ശബ്ദം നിദ്രാവത്വം എന്ന് മാറിപ്പോയി. അതനുസരിച്ച് കുംഭകർണന് ഉറങ്ങാനുള്ള വരം കിട്ടി. 1 വർഷത്തിൽ 6 മാസം ഉറക്കവും അടുത്ത 6 മാസം ഉണർച്ചയുമാണ് കുംഭകർണന് കിട്ടിയ വരം. വിഭീഷണൻ ആപത്തു വരുമ്പോൾ ധർമ്മം ഓർക്കുന്നതിനും പഠിക്കാതെ തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിനുമുള്ള വരം വാങ്ങിച്ചു. വരങ്ങൾ ലഭിച്ച ശേഷം അവർ തിരിച്ചു പോന്നു. രാവണൻ ലങ്കാനാഥനായ കുബേരനെ തോൽപ്പിച്ച് വടക്കോട്ടോടിച്ച ശേഷം അനുജന്മാരും സഹോദരിയുമൊത്ത് ലങ്കയിൽ പാർത്തു തുടങ്ങി. അങ്ങനെ കുംഭകർണനും ലങ്കയിൽ വന്നു. മഹാഭാരതം വനപർവം 275-ാം അധ്യായം ഉത്തര രാമായണത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നു. രാമരാവണ യുദ്ധത്തിൽ കുംഭകർണൻ ഒരു പ്രധാന പങ്കുവഹിച്ചു. കുംഭകർണനുമായി സുഗ്രീവൻ, സുഗ്രീവന്റെ മന്ത്രിമാർ, ലക്ഷ്മണൻ തുടങ്ങി രാമപക്ഷത്തിലെ പ്രമുഖ യോദ്ധാക്കളെല്ലാം യുദ്ധം ചെയ്തു. അവരിൽ ആർക്കും കുംഭകർണനെ വധിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശ്രീരാമന്റെ ശരമേറ്റ് കുംഭകർണൻ മരിച്ചു വീണു എന്നാണ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 67-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. വെറും ഒരു നീചപാത്രമായി കുംഭകർണനെ വീക്ഷിക്കുന്നത് ശരിയല്ല. പല ഘട്ടങ്ങളിലും അയാൾ രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് ഈ സംഗതി ഗ്രഹിക്കാം.
ശ്രീരാമൻ വാനരപ്പടയുമായി കടലിന്റെ മറുകരെ വന്നപ്പോൾ രാവണൻ അനുജന്മാരെയും മന്ത്രി പ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടി. അനന്തര കരണീയത്തെപ്പറ്റി ഒരു ആലോചന നടത്തി. ആ ഘട്ടത്തിൽ കുംഭകർണൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു: ഹേ രാക്ഷസ രാജാവേ, അങ്ങ് സീതയെ അപഹരിച്ചത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല. അതിനാൽ സീതാപഹരണത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. ആ സംഗതി ധരിക്കണം. എങ്കിലും ജ്യേഷ്ഠന് ഒരു ആപത്ത് വരുമ്പോൾ അനുജൻ മാറി നിൽക്കുന്നത് ശരിയല്ല. ആ തത്വമനുസരിച്ച് ഞാൻ രാമനോട് യുദ്ധം ചെയ്യാൻ ഇതാ തയ്യാറായിരിക്കുന്നു. ഉൾക്കട്ടിയുള്ള ഈ വാക്യങ്ങളിൽ നിന്നും കുംഭകർണന്റെ സ്വഭാവം ഏതാണ്ടൊന്ന് മനസ്സിലാക്കാവുന്നതാണ്.